സൂരജിനെ അവിടെ ജോലിക്ക് കയറിയാലും അഭിരാമി പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് അവളെ പഠിച്ച് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അല്ല ബീന. ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലും അതൊരു വലിയ ഇഷ്യൂ ആവുന്ന രീതിയിൽ തിരിച്ചൊന്നും പറയരുത്. കേട്ടല്ലോ സൂരജ്? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. അതെ, നീ ഒരുപാട് താന്നു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വന്നാ നല്ലത് തിരിച്ചു പറയണം. എന്തിനാ അമ്മ അതൊക്കെ? അല്ലെങ്കിലേ അവളിതൊരു അവസരമായിട്ട് കണ്ട് നമ്മളെ ചവിട്ടി തേക്കാൻ നോക്കും. അതിന് നിന്നു കൊടുക്കരുത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി പോവാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. എന്നിട്ടും സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കറിയില്ല. എന്തൊരു വിധിയായത്! എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലെ ഓരോ മാരണങ്ങള്. എടാ, നമ്മളോട് വഴക്കുണ്ടാക്കിയിട്ട് അവക്ക് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. എന്നിട്ടും വെറുതെ മനസുഖത്തിന് വേണ്ടി എന്തിനാണാവോ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അമ്മേ, നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടില്ലേ? അതിന്റെയൊക്കെ തിരിച്ചടികളായത്. നമുക്ക് കിട്ടേണ്ട പലതും കയ്യെത്തുന്ന ദൂരത്തെത്തിയിട്ട് കൈവിട്ടു പോകുന്നത് കർമ്മദോഷത്തിന്റെ ഫലമാണെന്ന് കേട്ടിട്ടില്ലേ? നിന്നോട് ആരോ ഇതൊക്കെ പറഞ്ഞത്? മീരയും മുത്തശ്ശിയൊക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ പലതും പറയും. നീ അതൊന്നും കാര്യമാക്കണ്ട. കയ്യെത്തും ദൂരത്തെത്തിയത് പലതും കൈവിട്ടു പോകുന്നതേ കർമ്മദോഷം കൊണ്ടൊന്നും അല്ല. മര്യാദയ്ക്ക് അത് പിടിച്ചെടുക്കാനുള്ള ത്രാണിയും ബുദ്ധിയും ഇല്ലാത്തതുകൊണ്ടാ. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനുള്ള മിടുക്കാ മനുഷ്യർക്ക് വേണ്ടത്. അതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം പിറകെ വന്നോളും. ആർക്കും പ്രയോജനമില്ലാത്ത തത്വങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം പരാജയപ്പെട്ട് വല്ല പടുകുഴിയിലേക്കും വീഴും. അമ്മ നോക്കുന്നത് സാമ്പത്തിക ലാഭം മാത്രമാണ്. അതെ, അതാണ് ജീവിതത്തിന്റെ അടിത്തറ. അല്ലമ്മേ, പണം നമുക്ക് ജീവിത സൗകര്യങ്ങൾ കൂട്ടാനുള്ള ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അതിനപ്പുറം വലിയ പ്രാധാന്യം നമ്മൾ പണത്തിന് കൊടുക്കരുത്. നിനക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഉള്ളത് സമയത്ത് കിട്ടുന്നത് കൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. എന്റെയും ഹരിയേട്ടന്റെയും കാലം കഴിയുമ്പോ നീ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇക്കാലത്ത് മര്യാദയ്ക്ക് ഒരു ദിവസം പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ ദിവസം 1000 രൂപ വേണം. അത്രയ്ക്ക് ചെലവാ കൂടിക്കൂടി വരുന്നത്. നീ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് തന്നെ കഴിയാനാണ് പ്ലാനെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തോ പോയി കഴിച്ച് ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷേ ഒരു കുടുംബവും കുട്ടികളും ഒക്കെ വേണമെങ്കിൽ ഇപ്പോഴേ കഷ്ടപ്പെട്ട് തുടങ്ങണം. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമുക്ക് സംഭവിക്കേണ്ടത് എന്താണെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ സംഭവിക്കൂ. വെറുതെ കിടന്ന് ധൃതി കൂട്ടിയിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതെ, നിന്റെ ഈ സംസാരം നിർത്തിക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അന്നാ ഗുണ്ട തന്നതുപോലെ ഒരെണ്ണം വച്ച് തന്നാലേ ഈ പ്രശ്നമൊക്കെ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത്രയും വളർന്നുപോയൊരു മകനെ തല്ലുന്നത് ശരിയല്ലെന്ന് ഓർത്തിട്ടാ ഞാൻ മടിക്കുന്നത്. പക്ഷെ ഈ രീതിയിൽ തന്നെ നീ തുടർന്ന എനിക്കത് മറക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ആദർശ് പറഞ്ഞിട്ടാണ് സൂരജ് വന്നിരുന്നെങ്കിൽ നീ അവനെ പറഞ്ഞു വിട്ടത് ശരിയായില്ല. ഒരു ശരിയേടുമില്ല. ആദർശ് കാണിക്കുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ? അങ്ങനെയല്ല ബി. എനിക്ക് ഈ വീടിന്റെ സമാധാനമാണ് വലുത്. നിങ്ങൾ രണ്ടുപേരും എന്നും സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാവണം. ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അകലാൻ പാടില്ല. ഇതൊരു നിസ്സാര കാര്യമല്ല അമ്മേ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓർത്ത് വിട്ടുകൊടുത്താ മീര കമ്പനിയിൽ ആധിപത്യം സ്ഥാപിക്കും. ഇപ്പൊ തന്നെ ആദർശിനെ സ്വാധീനിച്ച് അവളുടെ കുടുംബക്കാരെ മുഴുവൻ കമ്പനിയിൽ കയറ്റാനാണ് അവൾ ശ്രമിക്കുന്നത്. മീരയുടെ വീട്ടുകാരെന്നല്ല, ആർക്കും അമിത സ്വാതന്ത്ര്യം കമ്പനിയിൽ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ആദർശറിഞ്ഞ പ്രശ്നമാവില്ലേ എന്ന ടെൻഷനാ എനിക്ക്. അതേക്കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ആദർശിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. സൂക്ഷിച്ചു വേണം അബി. ഒന്നാമതേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടാവും വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവണം. ആ ഒരു ചിന്ത എനിക്കും ഉണ്ടമ്മേ. ആദർശിനോട് സ്നേഹം കാണിച്ച് നമ്മുടെ കമ്പനിയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും എല്ലാം ചോർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നവരെ തടയണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഈ സൂരജ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. പണ്ട് പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുണ്ടവൻ. അതൊന്നും കേസാവാതെയും ശിക്ഷിക്കപ്പെടാതെയും അവൻ ആരുടെയൊക്കെ കൈയും കാലും പിടിച്ച് ഒതുക്കി തീർത്തതാ. നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ചില്ലെങ്കിലേ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത്
നമ്മൾ പോലും അറിയില്ല. ആദർശിനോട് നീ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം മഹിയുടെ കാര്യമടക്കം എല്ലാം മീര പറഞ്ഞത് സത്യമായാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ പേരിൽ മീര അന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന് ആദർശിന് നല്ല അമർഷമുണ്ട്. അന്ന് അവള് പറഞ്ഞത് ശരിയാണെന്ന് കരുതി നമ്മുടെ ഇത്രയും നാളത്തെ സമ്പാദ്യവും 2 തലമുറ കഷ്ടപ്പെട്ട കമ്പനിയും അവൾക്കും കുടുംബക്കാർക്കും അടിയറ വെക്കേണ്ട കാര്യമുണ്ടോ? അമ്മേ, ഇവരൊക്കെ ഇത്തിൽ കണ്ണികൾ പോലെയാണ്. ഒരു ശല്യമില്ലാതെ വെറുതെ ഇരിക്കുകയാണെന്ന് തോന്നും. പക്ഷേ നമ്മളെ തന്നെ കൊന്നു തിന്നുകൊണ്ട് അവര് വളരുന്നത് നമ്മൾ അറിയില്ല. ഒടുവിൽ നമ്മുടെ നാശത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും. പക്ഷേ ആ സമയത്ത് ആ തിരിച്ചറിവ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അബി, നീ പറയുന്നതെല്ലാം തെറ്റാന്ന് ഞാൻ പറയില്ല. പക്ഷെ ആദർശ് ഒരു തീരുമാനം എടുക്കുന്നത് പല കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ബിസിനസിന്റെ കാര്യത്തിൽ ദേവേട്ടനേക്കാളും എന്നെക്കാളും മുന്നിലാണ് ആദർശ്. അവന് കമ്പനിയുടെ വളർച്ചയെക്കുറിച്ചും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ബോധമുണ്ട്. അതുകൊണ്ട് കമ്പനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ആരും ചെയ്യാൻ ആദർശ് സമ്മതിക്കില്ല. ആ കാര്യത്തിൽ നിനക്ക് ഒരു പേടിയും വേണ്ട. അമ്മ പറഞ്ഞതുപോലെയൊക്കെ ആയിരുന്നു ആദർശ്. പക്ഷേ അതിപ്പോ അല്ല. അതൊക്കെ ജയിലിൽ പോകുന്നതിന് മുമ്പായിരുന്നു. ഇപ്പോ ആദർശിന്റെ ആറ്റിറ്റ്യൂഡിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സത്യത്തിൽ മീരെ വിവാഹം കഴിച്ചതിന് ശേഷം ആദർശ് മാറി തുടങ്ങിയെന്ന് പറയുന്നതാവും ശരി. കമ്പനി വളർത്തുന്നതിലും പണം സമ്പാദിക്കുന്നതിലൊന്നും ആദർശിനിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല. മീരയും കൊണ്ട് എല്ലായിടത്തും പോവുക, അവളെ സന്തോഷിപ്പിക്കുക, അതിനാണ് ആദർശ് ഇപ്പൊ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിലും ഇടപെടാൻ ശ്രമിക്കുന്നത്. ആദർശ് ഇപ്പൊ ഏതോ സ്വപ്നലോകത്ത് ജീവിക്കുന്നത് പോലെ നടക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നീ പറയുന്ന അത്രയും പ്രശ്നങ്ങൾ ആദർശനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്നിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ആദർശിന്റെ തീരുമാനങ്ങളിൽ നീ അതിര് കടന്ന് ഇടപെടരുത്. അമ്മേ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കമ്പനിയും സ്വത്തും പണവും എല്ലാം നമുക്ക് നന്നായി ജീവിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതിന് ഏറ്റവും അത്യാവശ്യം മനസമാധാനമാണ്. അതില്ലാതെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം. ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ നഷ്ടം എല്ലാവർക്കും ഉണ്ടാവും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ചെയ്തത് ശരിയായില്ല എന്നാണോ? എന്നാ ഞാൻ സൂരജിനെ വിളിച്ച് സോറി പറഞ്ഞിട്ട് അവനെ കൊണ്ടുവന്ന കമ്പനിയുടെ GM ആക്കാം. അത് മതിയോ? അബി, നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യണം. അല്ലെങ്കിൽ ഈ വീടൊരു യുദ്ധക്കളായി മാറും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കൊന്നും ആരും കരുതണ്ട. മുത്തശ്ശൻ കുറെ നേരമായി വന്നിട്ട്. നിന്നെ കാണാൻ എത്ര നേരം നിൽക്കാനും എനിക്ക് മടിയില്ലെന്ന് നിനക്ക് അറിയില്ലേ മോനെ? അറിയാം. നീ എന്താടാ മുത്തച്ഛനെ മറന്നോ? അപ്പൊ കാണാൻ വരാൻ പോലും നേരം ഇല്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശൻ. ആദർശേട്ടനെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ഇപ്പോഴല്ലേ അതിനൊരു തീരുമാനമായത്. നന്നായി. വൈകിയാണെങ്കിലും നിന്റെ കടമകൾ തിരിച്ചറിഞ്ഞ് ചെയ്തല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. കുറെ നാളുകളായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള ബോധമില്ലായിരുന്നു. സത്യം പറഞ്ഞ എന്നെ മാത്രം സ്നേഹിച്ച് സ്വാർത്ഥതയുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക്. തെറ്റുകൾ പറ്റുന്നതിലല്ല മോനെ, അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം. നിന്റെ ഭാഗത്തെ തെറ്റുകൾ നിനക്ക് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിച്ചല്ലോ. അതാണ് വലിയ കാര്യം. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ജീവിതം ആസ്വദിക്കുന്നത്. ഇതുവരെ എനിക്കെന്നും ടെൻഷനുകളായിരുന്നു മുത്തശ്ശ. എന്ത് കിട്ടിയാലും തികയാത്തൊരു മനസ്സ്. ഒരു കാര്യത്തിനും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുവടാ നിന്നെ. ഒരു സമയം വരെ ഞാനും നിന്നെ പോലെ ആയിരുന്നു. ജീവിതത്തിലെ ആ സ്വാർത്ഥതയൊക്കെ മറന്നപ്പോഴാണ് ഒരു സമാധാനമൊക്കെ ലഭിച്ചു തുടങ്ങിയത്. ആ പിന്നെ പറമോനെ,
നിന്റെ വിശേഷങ്ങൾ കേൾക്കാനല്ലേ മുത്തശ്ശൻ കാത്തു നിന്നത്. അറിയാം, മീരയുടെ ഓഫീസിൽ ജോലിക്ക് പോകാൻ അമ്മ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ആ തീരുമാനം വേണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ മനസ്സുകൊണ്ട് പിന്മാറിയതാ. പക്ഷേ ആദർശേട്ടൻ തിരിച്ചു വന്നപ്പോൾ എന്നെ അവിടെ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. എന്നിട്ട് ആദർശേട്ടൻ പറഞ്ഞത് പ്രകാരം ഞാൻ ഓഫീസിൽ ചെന്നു. പക്ഷേ അവിടെ വെച്ച് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ആദർശേട്ടൻ്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് സാരമില്ല, നീ അതൊന്നും കാര്യമാക്കണ്ട. എളുപ്പ വഴിയിലൂടെ ജോലി നേടണമെന്ന ചിന്തയും വേണ്ട. നമ്മൾ അർഹിക്കാതെ എളുപ്പ വഴിയിലൂടെ നേടുന്നതൊന്നും അധികം നാൾ നിലനിൽക്കില്ല. ആ ഓർമ്മ മനസ്സിലുണ്ടാവണം. അറിയാം മുത്തശ്ശ. ആദ്യമൊക്കെ ഞാനും മുത്തശ്ശൻ പറഞ്ഞതുപോലെ എളുപ്പവഴിയിലൂടെ നല്ലൊരു ജോലി നേടാനുള്ള മാർഗമായിട്ടാണ് മീരയും ആദർശേട്ടനെയും അവരുടെ ബന്ധത്തെയും കണ്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്നെ വിശ്വസിച്ചൊരു ജോലി തന്ന എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാണ്. എനിക്ക് ജോലി തന്നതിൻ്റെ പേരിൽ ആദർശേട്ടനും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അതാണ് വേണ്ടത്. നമ്മളെ വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ച അതത്ര ചെറുതായാലും ഏൽപ്പിച്ചതിനോട് അതിന്റെ 100% ആത്മാർത്ഥത കാണിക്കുക തന്നെ വേണം. പിന്നെ ഒരു കാര്യം നീ ഓർക്കേണ്ടത്, നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും ബാധിക്കുന്നത് മീരമോളെയാ. ആ കുട്ടിക്ക് ദോഷം വരുന്നുവെന്നും നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവാൻ പാടില്ല മോനെ. ഇല്ല മുത്തശ്ശ, പണ്ടത്തെ സൂരജല്ല ഞാനിപ്പോൾ. പണ്ട് ഞാൻ മീരയെ എൻ്റെ സഹോദരിയായിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, അവളെൻ്റെ ശത്രു കൂടിയായിരുന്നു. അവളെങ്ങനെ ദ്രോഹിക്കാമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മീര എനിക്ക് എൻ്റെ സ്വന്തം സഹോദരിയാണ്. അവൾക്ക് നന്മകൾ മാത്രം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നല്ല കാര്യം. മീരയെ മാത്രമല്ല, ഹരിയച്ചനെയും ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. ഹരിയച്ചൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനല്ല വിപരീത അർത്ഥമാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല മുത്തശ്ശ. ഇപ്പോൾ എനിക്ക് സ്നേഹിക്കേണ്ടവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതാണ് വേണ്ടത് മോനെ. എനിക്ക് സന്തോഷമായി. നിന്റെ ചില പ്രവൃത്തികൾ എന്നെ വേദനിപ്പിച്ചിരുന്നു. നിന്റെ ആ സ്വഭാവത്തിന് ഒരു പരിധിവരെ ഞാനും ഒരു കാരണക്കാരനായിരുന്നു. നിന്നെ തിരുത്തേണ്ട സമയത്ത് തിരുത്തി തരാതെ കൂടുതൽ തെറ്റുകളിലേക്ക് നയിക്കുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ആ പ്രവൃത്തികൾ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ലായിരുന്നു. നിന്റെ മനസ്സ് മാറി നീ നന്മയും തിന്മയും തിരിച്ചറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. സന്തോഷമായി. എൻ്റെ ഈ മാറ്റത്തിന് കാരണം മീരയും മുത്തശ്ശനുമാണ്. ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇനി ആവർത്തിക്കില്ല. ആർക്കും ഒരു ദോഷവും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പണത്തിനോടോ പ്രശസ്തിയോടോ എനിക്കിപ്പോൾ ആർത്തിയും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിനിപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ആ സമാധാനവും സന്തോഷവുമാണ്. ഏതായാലും നീ മീരയുടെ ഓഫീസിൽ കയറുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആ മഹാദേവനെ നിനക്ക് നന്നായി അറിയാവല്ലോ. അയാളെ സൂക്ഷിക്കണം. അയാൾ ഒരു ചതിയനാ. ഇപ്പോ ജയിലിലാണെങ്കിലും അയാൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സൂക്ഷിച്ചോളാം മുത്തശ്ശ. വിദ്യമോൾക്ക് മഹാബലിപുരത്ത് ഡാൻസ് കളിക്കാൻ അവസരം കിട്ടിയില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? ഇതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ പോണം. എവിടുന്നൊക്കെയുള്ള ആസ്വാദകരായിരിക്കും അത് കാണാനുണ്ടാവുക. നമ്മുടെ കഴിവും പരിശ്രമവും കൊണ്ട് ലഭിച്ച കല മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരു കലാകാരന്റെ ഭാഗ്യം. അത് ആസ്വദിക്കാൻ കഴിവും അറിവും ഉള്ള ആസ്വാദകരെ കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അങ്ങനെ ഒരു അവസരമാണ് വിദ്യമോൾക്ക് കിട്ടിയിരിക്കുന്നത്. നീ തനിയെ അവിടെ പോയി ഡാൻസ് കളിച്ച് നടക്കാന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. നമ്മൾ എല്ലാവരും പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്താ വേണമെങ്കിൽ നോക്കാം. എനിക്ക് തനിയെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. മുത്തശ്ശി പറഞ്ഞ പോലെ ഇതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഇന്ത്യയിലെ എല്ലാ ഡാൻസ് ഫോമുകളും പെർഫോം ചെയ്യുന്ന വേദിയാ. എല്ലാ വർഷം നടക്കുന്നതുവാ. ഇപ്രാവശ്യം ഞാൻ വെറുതെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. സെലക്ഷൻ കമ്മിറ്റിക്ക് പെർഫോമൻസ് വീഡിയോ അയച്ചിരുന്നു.
അങ്ങനെ അവർ ഒരുപാട് പേരുടെ ആപ്ലിക്കേഷൻസും വീഡിയോസും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാ എന്നെ. ശരിക്കും നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അത് കിട്ടിയത്. ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മൂക്ക് കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെക്കുന്നത് കഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ മഹാബലിപുരത്തേക്ക് പോവാം. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ചെന്നൈയും കാഞ്ചീപുരവും ഒക്കെ കറങ്ങി നമുക്ക് വരാം. അങ്ങനെയാണെങ്കിൽ കാഞ്ചീപുരത്തുനിന്ന് എനിക്കൊരു സാരി വാങ്ങിത്തരണം. ഓ, ചെലവ് കൂടുകയാണല്ലോ മോളെ. സാരമില്ലച്ചാ, ജീവിതത്തിൽ ഒരിക്കൽ സ്വന്തം ഭാര്യയ്ക്ക് ഒരു കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിച്ചു കൊടുക്കുന്നതില് ഒരു തെറ്റുമില്ലച്ചാ. എന്നാ പിന്നെ പോകാല്ലേ? ആഹാ, ഇവളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു സാരി വാങ്ങി തരുള്ളൂ. ഇവളുടെ റെക്കമെൻഡേഷനിൽ ഞാൻ നിനക്കൊരു സാരി വാങ്ങി തന്നാൽ നീ വാങ്ങില്ല? അങ്ങനെ നിനക്കൊരു വാശി ഉണ്ടെങ്കിൽ നീ ആ സാരി വേണ്ടെന്ന് വെക്ക്. അയ്യടാ, ഇവൾ ഇനി റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നേ പറ്റൂ. ഏറ്റില്ല, ചീറ്റിപ്പോയി. വിദ്യമോളുടെ ഡാൻസ് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വന്നാ വെറുതെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും സന്തോഷത്തോടെ പോകാനും സ്വാതന്ത്ര്യത്തോടെ നടക്കാനും പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിയോളാം അമ്മേ. അമ്മയും കൂടെ വരണമെന്ന് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. അത് വേണ്ട മോനെ, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെയോ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ? അതൊന്നും വേണ്ട. എന്നാ അമ്മ ഹരിയുടെ വീട്ടിൽ കുറച്ചു ദിവസം നിൽക്കട്ടെ. മീരമോളില്ലാതെ അവിടെ നിൽക്കാൻ പാടാ തന്നെ. മായി ഉണ്ടായിരുന്ന വീടാ അത്. അവിടെ മീരമോളില്ലാതെ ഞാൻ തനിയെ നിന്നാ അത് മനസ്സിനെ വല്ലാതെ ബാധിക്കും. ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിക്ക് മീരയുടെ കൂടെ നിൽക്കാലോ. അവരും മുത്തശ്ശിയോട് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? ആ അതെ, അത് ശരിയാണല്ലോ. അത് വേണോ മോനെ? ആദർശിന്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ ചെന്ന് നിൽക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുവോ, അവർക്ക് ബുദ്ധിമുട്ടാവുകയോ ചെയ്താ അത് മോശമല്ലേ? അതെല്ലാം മീരയെ തന്നെയല്ലേ ബാധിക്കുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആദർശ് തന്നെയല്ലേ അമ്മയോട് അവിടെ ചെന്ന് നിൽക്കണമെന്ന് നിർബന്ധം പറഞ്ഞത്. പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ സംശയിക്കുന്നത്? നമുക്കെന്തായാലും മീരയോടൊന്ന് സംസാരിക്കാം. അവളെന്താ പറയുന്നത് നോക്കാം, എന്നിട്ട് വേണ്ടത് തീരുമാനിക്കാം. അതുപോലെ ആദർശേട്ടാ, എന്താ മീര? ആദർശൻ എങ്ങോട്ടാ? സൂരജിന്റെ കാര്യം അഭിജിയോട് ചോദിക്കാൻ പോവാണോ? അത് വേണ്ട ആദർശേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ആ വിഷയത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട. താൻ പേടിക്കണ്ട, ഞാൻ അക്കാര്യം ചോദിക്കാൻ പോകുന്നതല്ല. ഓ, നന്നായി. ഓഫീസിൽ നിന്ന് ഇവിടെ എത്തുന്നവരെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ആദർശൻ എങ്ങാനും ആ കാര്യം ചോദിച്ചാ വീണ്ടും അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാവും. എനിക്കതറിയാം. അതുകൊണ്ട് കൂടിയാ നമ്മൾ വന്നപ്പോൾ അബിയെ കണ്ടിട്ടും ഞാനൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാഞ്ഞത്. ഞാൻ ആ വിഷയം ഇവിടെ സംസാരിച്ചാൽ അബി അത് മീരയ്ക്ക് നേരെയുള്ള ആയുധമായിട്ട് മാറ്റും. എന്നിട്ട് അമ്മയുടെ മുന്നിൽ മീരയെ തെറ്റുകാരിയാക്കും. എന്നെ തെറ്റുകാരിയാക്കുന്നതുകൊണ്ടോ മോശം പറയുമെന്ന് പേടിച്ചിട്ടും അല്ല ആദർശനോട് ഞാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞത്. എന്നെ അഭിചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിൽ പരാതിയില്ല. പക്ഷെ എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരു സംസാരം ആവാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെനിക്കറിയാടോ. മീരയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഞാൻ അഭിയെ ചോദ്യം ചെയ്യാത്തതിനായിരിക്കും വഴക്കുണ്ടാക്കുന്നത്. മീരയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഞാൻ അഭിയോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് താൻ പറയുന്നത്. അത് ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും ഇങ്ങനെയൊക്കെ തന്നെ ആദർശേട്ടാ. പക്ഷേ സൂരജിനെ അഭി അപമാനിച്ചിട്ടത് ഞാൻ മറന്നിട്ടില്ല. എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഭിയെപ്പോലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയും എനിക്കറിയാം. അതൊന്നും വേണ്ട. സൂരജിന് നമ്മളോട് യാതൊരു പരാതിയില്ല. പരാതിയില്ലെന്ന് മാത്രമല്ല, സൂരജിന് അഭിചേച്ചിയുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കിയിട്ടും ഉണ്ടാവില്ല. അതൊക്കെ ശരിയാണ്.
എന്ന് കരുതി മീരയും സൂരജും അനുഭവിച്ച മനോവിഷമം ഞാൻ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. ആദർശന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്താ ആദർശേട്ടാ? ഒന്നുമില്ലടോ, എനിക്ക് താനും ഒന്നിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. അതിന് അഭി ഇവിടെ നിന്ന് മാറ്റി നിർത്തണം. അയ്യോ, അതൊന്നും വേണ്ട. നമ്മുടെ സന്തോഷങ്ങൾ ഓർത്ത് അഭിചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു വിടാനൊന്നും അല്ല മീര, തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുന്നു. അത് നമുക്ക് മാത്രമല്ല, അഭിക്കും ഒരു ചേഞ്ച് ആയിരിക്കും.